ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എഗ്ഗ് നൂഡിൽസ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 70 ഗ്രാം നൂഡിൽസ് എടുത്തിട്ട് അത് മുങ്ങണ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നൂഡിൽസ് നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് നൂഡിൽസ് നന്നായി വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലത്തെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടി സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാദാ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി മരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായി വേറിട്ട് കിട്ടും. ഒട്ടി പിടിക്കാതെ നൂഡിൽസ് ഒറ്റയ്ക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ സവാളയാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ട നന്നായി കൊത്തി പൊരിച്ചെടുക്കണം. ചെറിയ മുട്ട പീസുകളായിട്ട് നമുക്കിതിനെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം നമുക്ക് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളത്തിൽ കിടന്നിട്ട് പച്ചക്കറികളെല്ലാം ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായി തീ കൂട്ടി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് നൂഡിൽസാണോ വാങ്ങുന്നത് അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ യിപ്പി നൂഡിൽസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മാഗി ആയാലും വേറെ ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസും പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സൂപ്പിന് ഒരുപാട് പുളി ആവശ്യമില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ വിനാഗിരി മതിയാകും. ഇപ്പോൾ വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളയ്ക്കണം. 2 മിനിറ്റ് നന്നായി തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ എഗ് നൂഡിൽസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നൂഡിൽസ് വലിയ പീസായിട്ടാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് ഇടാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.